വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കി പറവൂർ കോട്ടുവള്ളി സ്വദേശി ആശയാണ് മരിച്ചത്. മരണത്തിന് കാരണം വീട് കയറിയുള്ള ഭീഷണിയെന്ന് കത്ത്. പണം പലിശയ്ക്ക് നൽകിയ മുൻ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണം. മുതലും പലിശയും നൽകിയിട്ടും ഭീഷണിയെന്നും കത്തിൽ ഇവർ വെളിപ്പെടുത്തി എന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? എറണാകുളം പറവൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പറവൂരിൽ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയിരിക്കുകയാണ്. കോട്ടുവള്ളി സ്വദേശിയായ 42-കാരിയായ ആശ ബെന്നിയാണ് ഇങ്ങനെ ജീവനൊടുക്കിയത്. ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇതിൽ വട്ടിപ്പലിശക്കാരുടെ നിരന്തരമുള്ള ഭീഷണി, വീട് കയറിയുള്ള ഭീഷണി മൂലമാണ് ഈ സ്ത്രീ പുഴയിൽ ചാടി മരിച്ചതെന്നാണ്. ഇത് ആത്മഹത്യാക്കുറിപ്പ് അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വടക്കൻ പറവൂർ കോട്ടുവള്ളിയിലാണ് സംഭവം നടക്കുന്നത്. ഇന്ന് ഉച്ചയോടെ ഇവരെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു. സമീപ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് പലതവണയായി ഇവര് 2022 10 ലക്ഷം രൂപ വിവിധ ആവശ്യങ്ങൾക്കായി പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു. ഇത് പലതവണയായി ഇവര് പലിശയും മുതലുമായി കൊടുത്തു തീർത്തു എന്നതാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. എന്നാൽ കൂടുതൽ തുക നൽകാനുണ്ട്, എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവര് നിരന്തരം ഇവരുടെ ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ റൂറൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ രണ്ടുപേരെയും പോലീസിൽ വിളിച്ചു വരുത്തുകയും ഇത് ഒത്തുതീർപ്പാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷവും ഇവരുടെ ഭീഷണി തുടർന്നു. വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നത് നിത്യേനയോളം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നു. തുടർന്ന് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു 4 ദിവസം മുൻപ് വീട്ടമ്മ ഈ ആശ ബെന്നി തന്റെ കൈയിലെ ഞരമ്പ് മുറിച്ചിരുന്നു, കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ചിരുന്നു. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീടൊക്കെയാണ് ഇവരെ SP ഓഫീസിലടക്കം പരാതി നൽകുന്ന അടക്കമുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. വീട് കയറി ഭീഷണിപ്പെടുത്തിയാൽ ഇനി നടപടി സ്വീകരിക്കുമെന്നാണ് SP ഓഫീസിനടക്കം മുന്നറിയിപ്പ് നൽകുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷെ അതുണ്ടായില്ല എന്നതാണ് വീട്ടുകാർ തന്നെ പറയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവരെ വീട്ടിൽ നിന്ന് കാണാതാവുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന് പ്രകോശമുള്ള പുഴയിൽ ഇവരെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ആരോപണം ഉയരുന്നത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപിനെതിരെയാണ്. ഇവരുടെ കുടുംബം പലതവണയായി വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് മാനസിക സമ്മർദ്ദം താങ്ങാതെയാണ് ഇവർ ജീവനൊടുക്കിയതെന്നാണ് കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നത്. ഇതിലുള്ള ഭീഷണി പരാമർശങ്ങൾ അടക്കമെല്ലാം തന്നെ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ നേരത്തെയും പോലീസിൽ പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ല എന്നതാണ് ഈ ആശയുടെ കുടുംബവും സമീപവാസികളും പറയുന്നത്. പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി ഈ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇവർ പണം പലിശയ്ക്ക് വാങ്ങിയിരുന്നു. അത് പലിശയും മുതലും അടക്കം എല്ലാം തന്നെ നൽകിയിട്ടും വീണ്ടും അവരുടെ നിരന്തരമായ ഭീഷണി തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരുടെ മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവർക്കെതിരെ എല്ലാം തന്നെ നടക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഈ സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം ഇത് വട്ടിപ്പലിശക്കാരുടെ ഒരു ഭീഷണി അത് നിലനിൽക്കുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇതിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. ഈ പലിശയും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. ഏതായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അവിടെ കേസ് എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മെല്ലെപ്പോക്കുണ്ടായിരുന്നു. കാര്യങ്ങൾ ഈ പറഞ്ഞു തീർക്കുക എന്ന രീതിയിലേക്കാണ് പോലീസുകാർ പോയിരുന്നത് എന്നെല്ലാമാണ് ഈ ആശയുടെ കുടുംബം പറയുന്നത്. ഇക്കാര്യത്തിൽ ഇനി തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് പോലീസ്. ഇവരുടെ കുടുംബം പോലീസിൽ പരാതി നൽകുന്നുണ്ട്. ആശയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുന്നുണ്ട്. ഇത് ഭീഷണി മൂലം തന്നെയാണ് ഇവർ ജീവൻ ഒടുക്കിയത് എന്ന് തന്നെയാണ് ഇവരുടെ ആത്മഹത്യാക്കുറിപ്പടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇവരുടെ കുടുംബാംഗങ്ങളും ഇത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2022 തൊട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ വീടിനടുത്തുള്ളൊരു റിട്ടയർഡ് ആയിട്ടുള്ള പോലീസുകാരനാണ്. പ്രദീപ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയുടെ ഭാര്യയുടെ നിന്നും ബിന്ദു എന്നാണ് ഭാര്യയുടെ പേര്. അവരുടെ RF പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലിശ സഹിതം ഒരു 10 ലക്ഷത്തോളം എന്നാണ് പറയണത്, അമ്മ പറഞ്ഞിട്ടുള്ള അറിവ്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഡബിൾ പലിശ അവർക്ക് കൊടുത്തതാണ്. അവർ 110 വെച്ചിട്ടാണ് പലിശ മേടിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ അതിന് ഡബിൾ അടക്കം ഇവർക്ക് കൊടുത്തിട്ടും പിന്നെ ഇവർ വന്ന് ഭീഷണിപ്പെടുത്തലാണ്. അപ്പോൾ ഈ കാര്യം ഇവിടെ വീട്ടിൽ ഭർത്താവിനും പപ്പക്കും അമ്മക്കും ഒന്നും അറിയാൻ പാടുണ്ടായിരുന്നില്ല, മക്കൾക്കൊന്നും അറിയാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരൊക്കെ അറിയുമെന്നോ അറിയിക്കുമെന്ന് പേടിപ്പിച്ചിട്ടാണ് ഇയാൾ ഇത്ര നാൾ ഈ പലിശയും ഇതൊക്കെ ആയിട്ട് മേടിച്ചുകൊണ്ടെന്ന് വെച്ചത്. അപ്പോൾ കൊടുക്കാനുള്ളതിൻ്റെ അങ്ങേറ്റം കൊടുത്ത് തീർത്തിട്ടും പിന്നെയും ഭീഷണി ആയി കഴിഞ്ഞപ്പോൾ നിക്കക്കള്ളിലാണ്ടാണ് അമ്മയ്ക്ക് ഇത് ചെയ്തത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഒന്ന് സൂയിസൈഡ് ചെയ്യാനായിട്ട് കൈ മുറിച്ചിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷം സ്റ്റേഷനിൽ വെച്ചിട്ടും ഇവർ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി വന്നിട്ട് ഇതുപോലെ തന്നെ 18-ാം തീയതി രാത്രി വന്നിട്ട് ഇതുപോലെ തന്നെ വീട്ടിൽ വന്ന് കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ മക്കളുടെ കരിയർ നശിപ്പിച്ച് കളയും, അവരെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ അപകടപ്പെടുത്തും, അങ്ങനെയൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് ടോർച്ചർ ചെയ്തു. അപ്പോൾ ആ ഒരു ടോർച്ചറും മെൻ്റലി ഭയങ്കര ഡിപ്രഷൻ കാര്യങ്ങളിലോട്ടൊക്കെയാണ് നമ്മൾ പോയച്ചത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. ഭയങ്കര ഭീഷണിയും ഇതൊക്കെയായിരുന്നു ഇവർ. പിന്നെ ഇവർക്ക് പോലീസുകാരനുള്ള ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ മുമ്പിലോട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് ഇത് ചെയ്യാനില്ല. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ കംപ്ലൈൻറ്റും കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇത് ചെയ്യാനുണ്ടായുള്ള സാഹചര്യം. മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.